അനുഗ്രഹം വാങ്ങേണ്ട ഇടങ്ങളെല്ലാം പോകുന്നു. ഇല്ല, അദ്ദേഹത്തെ ശരിക്കും അവിടെ ചെന്ന് കാണാനായിരുന്നു. അപ്പം ഇന്ന് പറ്റിയിട്ടില്ല. നാളെ ഞാൻ കുന്നംകുളത്ത് പോകുന്നുണ്ട്. ഇല്ല, കണ്ടില്ല. കാരണം അദ്ദേഹം മീറ്റിങ്ങിലായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങൾ എന്നെ മറ്റ് രാഷ്ട്രീയക്കാരെ പോലെ കാണല്ലേ. ഞാൻ ഭക്തൻ ഒരു വശത്ത്, കുടുംബക്കാരൻ ഭക്തന്റെ പിന്നാലെയുള്ള ആ ചെയിനിലാണ് പെടുന്നത്. ആ ഡ്യൂട്ടി പെർഫോം ചെയ്യുന്നു. രാഷ്ട്രീയം, എൻ്റെ സ്ഥാനാർത്ഥിത്വം, ഇലക്ഷൻ, അതൊക്കെ വേറെ. ഇല്ല, ഒന്ന് അദ്ദേഹത്തോട് ചോദിച്ചോളൂ, എന്തെങ്കിലും വേണ്ടിയോന്ന് കാര്യങ്ങളെ പറഞ്ഞു. Duty and responsibility of an elected representative to the people of his constituency. Have they performed through 10 years? Two of them. From most prominent parties in Kerala and India. Have they performed? I feel this is my opportunity. I should get that opportunity to prove that this is the way an elected representative should have performed responsibly. അത്രയേ ഉള്ളൂ. താങ്കളെ എം പി ആക്കുന്നതിന് വേണ്ടി പ്രകാശ് ജാവ്ദേക്കർ പരമാവധി സഹായം തേടിയെന്ന് പറയുന്നു. അങ്ങനെ ഒരു ബിജെപി ലീഡേഴ്സ് അത്രമാത്രമൊക്കെ പോയിട്ടുണ്ടോ? സംശയം നിങ്ങൾക്ക് തന്നെ തോന്നിയില്ലേ? നന്ദകുമാറിന്റെ നിങ്ങൾക്ക് തന്നെ തോന്നിയല്ലേ? താങ്ക് യു. നന്ദകുമാറിന്റെ വലിയ ഗൗരവമുള്ള ആരോപണമാണ്. സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം, അതിന് പ്രകാശ് ജാവ്ദേക്കർ സഹായം തേടിയെന്നാണ്. എനിക്കറിയണം. അത് പ്രകാശ് ജിയോട് ചോദിക്കണം. എന്നെ സംബന്ധിച്ച് എൻ്റെ പാർട്ടിയിലെ തന്നെ മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തകനോടും മറ്റ് അതിൻ്റെ വക്താക്കളോടും ചോദിക്കേണ്ടതില്ല. എന്നെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളൊരു 5 പേരോട് മാത്രം ചോദിച്ചാൽ മതി. അതിൽ 2 പ്രധാനികൾ എൻ്റെ ലീഡറും അദ്ദേഹത്തിൻ്റെ അതേപോലെ എൻ്റെ ലീഡർ എന്ന് പറയുന്ന തൊട്ടടുത്തയാളും. ആ 2 പേരെടുത്ത് മാത്രം ചോദിച്ചാൽ മതി, അവർ പറയും. എന്റെ കാര്യത്തിൽ ഡിസിഷൻ ആരുടെയാണ്? കേരളത്തിൽ ബിജെപി 3ാം സ്ഥാനത്തോടെ എല്ലാ മണ്ഡലത്തിലും വന്നാണ്. അതായത് LDF ഉം UDF ഉം തമ്മിലാണ് മത്സരം എന്നാണ് CPMന്റെ നേതാക്കളൊക്കെ, MP ഗോവിന്ദനായാലും മുഖ്യമന്ത്രി ആയാലും ഒക്കെ പറയും. അങ്ങനൊന്നും പറയാൻ ആർക്കും അവകാശമില്ല സർ. ഒരു നോമിനേഷൻ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നോമിനേഷന് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ഒരു റെസ്പെക്ട് ഉണ്ട്. നോ വൺ ഹാസ് ദ റൈറ്റ് ടു ഡു അവേ വിത്ത് ദാറ്റ് റെസ്പെക്ട്. നോ. ആ നോമിനേഷൻ പ്രാബല്യത്തിലുള്ളിടത്തോളം സമയം ദേ ആർ ഓൾ ഈക്വൽസ്. ഒരാൾക്ക് ഒരാളെ അങ്ങ് ഡീഗ്രേഡ് ചെയ്യാനൊക്കത്തില്ല. രംഗത്തേ ഇല്ല. വിച്ച് ഇസ് ആന്റൈ ഡെമോക്രാറ്റിക്. അയ്യോ മോളെ, ഇത് എൻ്റെ അടുത്ത് ഈ ചോദിക്കാൻ എനിക്കറിയത്തില്ല. എന്നെ കൊണ്ട് വെറുതെ ഓരോ പേരുകളും പഴയ ഓരോ ചരിത്രങ്ങളും പറയിക്കല്ലേ. എനിക്കിഷ്ടമല്ല. ഞാൻ എൻ്റെ ഈ രാഷ്ട്രീയ പ്രചരണത്തിൽ ഉടനീളം ഞാനൊരു വളരെ ഡിഗ്നിഫൈഡ് ആയിട്ട് പോകണമെന്ന് വിചാരിച്ചിടത്ത് പോലും എനിക്ക് ചിലയിടത്തൊക്കെ എക്സ്പ്ലോഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് പക്ഷെ അതെൻ്റെ ഇമോഷനാണ്. എന്നെ കുത്തിക്കോ, പക്ഷേ എന്നെ വിശ്വസിച്ച് ജീവിതത്തിൽ എന്നോടൊപ്പം ഇറങ്ങി വന്ന് ജനിച്ചു വന്ന് അവരെ ഒന്നും ബാധിക്കുന്ന തരത്തിലൊന്നും ചെയ്താൽ ഞാൻ സഹിക്കില്ല. തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രചാരണങ്ങളും കഴിഞ്ഞപ്പോൾ നാളെ വോട്ടെടുപ്പാണ്. ഈ സഭയുടെ ചെറിയൊരു സഹായം കൂടി കിട്ടിയാൽ രക്ഷപ്പെട്ടു പോകുമെന്ന് വിശ്വാസമുണ്ട് സാർ. അതിനല്ല വന്നത്. തട്ടിൽ പിതാവിന് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം കഴിഞ്ഞ് 2ാമത്തെ 3ാമത്തെ കോള് ഞാനാ സംസാരിക്കുന്നത്. ഞാൻ അങ്ങോട്ടേ വിളിച്ചുകൊണ്ടിരുന്നു. അവസാനം അദ്ദേഹം ആ കോൾ അത്രയും കണ്ടതിന്റെ പശ്ചാത്തലത്തിൽ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ എൻ്റെ മകളുടെ കല്യാണ കത്തും അയച്ചിരുന്നു. അപ്പോൾ ഇവിടുന്ന് അദ്ദേഹം സ്ഥാനാരോഹണം കഴിഞ്ഞ് ഹൈദരാബാദിന് പോകുന്ന ദിവസമാണ് കല്യാണം നടക്കുന്നത്. പ്രൈം മിനിസ്റ്റർ വരുന്നതുകൊണ്ട് വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അന്ന് മുതൽ കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ തീവ്രമായിട്ട് ഒരു കാര്യത്തിൽ ഞാൻ വിവാഹവും അത് കഴിഞ്ഞുള്ള എൻ്റെ പൊളിറ്റിക്സും തീർക്കാനുള്ള സിനിമയുടെ വർക്ക് ഇതെല്ലാം തീർത്ത് വന്ന് ഇലക്ഷനിലേക്ക് കയറി. ഞാൻ അദ്ദേഹത്തെ വന്ന് കണ്ടു, കാൽ തൊട്ട് വന്നിച്ചു, എനിക്ക് കൈമുത്തണമായിരുന്നു, ചെയ്തു പോകുന്നു. ഞാൻ എന്തെങ്കിലും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്
വോട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംസാരിച്ചോ എന്ന് ചോദിച്ചോളൂ. നെഞ്ചത്ത് കൈവച്ച് പറയുന്നു.